എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഈ ചെടി കാണാൻ വേണ്ടി. ഈ ചെടിക്ക് പിന്നിൽ ഒരുപാട് കഥയുണ്ട് കേട്ടോ. ഞാൻ ചെറുതായി എന്ന് ചുരുക്കി പറഞ്ഞുതരാം. കൊട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഒരു പറമ്പിൽ ഒരുപാട് ഈ ചെടികൾ നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ്, ഒരുപാടുണ്ട്. കുറേ സ്ഥലത്ത് ഈ ചെടി മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പം തന്നെ ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ആ സ്ഥലത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ കൊണ്ടുപോയി. എൻ്റെ കൂടെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. അവനോട് തന്നെ ഞാൻ നടാൻ പറഞ്ഞു. ഇന്നത്തെ എൻ്റെ റോള് ക്യാമറ കൈകാര്യം ചെയ്യാണ്. ഒരു പറമ്പിൽ നിറച്ചുകൊണ്ട് അവിടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വഴിയരികിൽ ഇങ്ങനെ ആർക്കും വേണ്ടാതെ നിൽക്കുന്ന കണ്ടു. ചിലപ്പോൾ ആവശ്യക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും വന്നതാവാം. ഈ ചെടി പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണല്ലോ. എന്തായാലും അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ പറിച്ചുകൊണ്ട് വന്നുള്ളൂ. ഇപ്പോഴും അവിടെ ഒരുപാട് തൈകൾ നിൽപ്പുണ്ടേ. പിന്നെ നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പുളിമരാണേ. ഇതിലാദ്യമായിട്ടാണ് കായ്ക്കുന്നതിന് മുന്നേ കായ്ച്ചിരുന്നു, വളരെ കുറച്ചേ കായ്ച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. മഴയ്ക്ക് ശേഷമുള്ളൊരു നല്ല തെളിഞ്ഞ കാലാവസ്ഥയും കൂടിയാണ്. അപ്പം നമ്മുടെ ചട്ടീൻ്റെ അടിയിൽ നമ്മൾ തെർമോക്കോളിൻ്റെ കഷ്ണങ്ങളാണ് ഇടുന്നത്. സാധാരണ ഞാൻ ഇതിന് മുന്നേ ചകിരിയും കരിയിലയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കരിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അഴുകി താഴെയുള്ള ഹോള് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെടി ചീഞ്ഞു പോകും. വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകും. ഇപ്പോൾ ഇലയ്ക്ക് വാട്ട സംഭവിക്കുമ്പോഴേക്കും നമ്മൾ നോക്കുക, അപ്പോൾ വെള്ളം പോകുന്നുണ്ടാവില്ല. തെർമോക്കോളാണെങ്കിൽ ആ പ്രശ്നമില്ല കേട്ടോ. മണ്ണിൽ അഴുകുകയില്ല, അങ്ങനെ കിടന്നോളും, ഹോൾ അടഞ്ഞു പോകത്തുമില്ല. പിന്നെ നമ്മുടെ ചെടി നമ്മൾ 2 ചട്ടികളായിട്ടാണ് നടുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ വെറൈറ്റിയും കൂടെ ഉണ്ടല്ലോ, അത് അടുത്ത ചട്ടിയിലേക്ക് നടാൻ വേണ്ടി. ചട്ടിയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച്, നല്ല ചട്ടിയൊന്നും അല്ല, അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി മാറ്റി നടണം. തൽക്കാലത്തേക്ക് ഇതിലങ്ങ് നട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. ആ ഇല കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ. കണ്ടു, ഇഷ്ടമായി, കൊണ്ടുവന്നു, നട്ടു എന്നല്ലാതെ ഇതിൻ്റെ പേരും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും മണ്ണ് നല്ല ലൂസാക്കിയിട്ടാണ് നട്ടത്. വേഗം ഷൂട്ട് വരും കേട്ടോ. അത് നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഉൾപ്പെടുത്താവേ. ഒരുപാട് പുതിയ തൈകൾ വന്നിട്ടുണ്ട്. ഇതാണ് അടുത്ത വെറൈറ്റി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നട്ട് നനച്ച് കൊടുത്ത് 2-3 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വാട്ടമൊക്കെ മാറി ഉഷാറായി വന്നു കേട്ടോ. പിന്നെ ഒരു തണ്ട് ഞാൻ വെറും മണ്ണിലേക്ക് മാത്രമായിട്ട് കുഴിച്ച് വെച്ചു. അതാകുമ്പോൾ വേഗം നമ്മൾ ചട്ടിയിൽ നടുന്നതിനെക്കാട്ടും കുറച്ച് അധികം നന്നാവുക മണ്ണിൽ നടുമ്പോഴാണല്ലോ. മാത്രമല്ല പുതിയ ഷൂട്ടുകൾ വേഗം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ചട്ടിയിൽ നടാൻ കിട്ടുമല്ലോ എന്ന് കരുതി അതിൽ ഒരു തണ്ട് ഞാൻ ഡയറക്റ്റ് മണ്ണിലേക്ക് കുഴിച്ച് വെച്ചിട്ടുണ്ടേ. നമ്മുടെ ബിരിയാണി പാത്രത്തിൽ നട്ട 10 മണി തൈകൾ കണ്ടോ, നല്ല ഉഷാറായിട്ട് ഇപ്പോൾ നിറയെ പൂക്കളുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്ത ശേഷമാണ് ഈ റിസൾട്ട് വന്നത് കേട്ടോ. പിന്നെ ഈ വേനൽക്കാലം തുടങ്ങിയപ്പം കറ്റാർ വാഴേൻ്റെ ഇലയിൽ ഞാനൊരു ബൊഗൺവില്ലേൻ്റെ കമ്പൊന്ന് മുറിച്ച് നട്ടിരുന്നു. അതാണ് കേട്ടോ അത്. കണ്ടോ, ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ ഇത്രയും ഷൂട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.